എല്ലാ കൂട്ടുകാർക്കും ഈശ്വൽ ടേസ്റ്റി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പാൽ കേക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് അടിച്ച് പതപ്പിക്കൊന്നും വേണ്ട. ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാത്ത മുട്ടയാണ് എടുക്കാൻ. അപ്പോൾ ഞാൻ അതുപോലത്തെ മുട്ടയാണ് എടുത്തത്. പക്ഷേ അതുകൊണ്ട് ചെറുതായിട്ടൊരു തണുപ്പുണ്ട് മുട്ടക്ക്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിലിരിക്കണ കോഴിമുട്ട എടുക്കുക. ഇതിലേക്ക് പാൽപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ പാൽപ്പൊടി കൂടി മുട്ടയിൽ മിക്സ് ആവണ വരെ നന്നായിട്ട് തന്നെ പതപ്പിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ പതച്ച് വരണം. അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് പഞ്ചസാര തരികളോട് കൂടിയ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പഞ്ചസാര പൊടിച്ചതല്ല. എങ്കിലും മുട്ട ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വരുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഒരു കപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ലെങ്കിൽ 2 കപ്പ് എടുക്കണമെന്ന് വെച്ചാൽ 2 കോഴിമുട്ട ചേർക്കണം. ഇനി ഞാൻ ഇതിലേക്ക് കുറേശ്ശായിട്ട് ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് നമ്മൾ കുഴച്ച് വെക്കണം. ഈ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാനില എസൻസ് ചേർത്ത് വെക്കുന്നുണ്ട്. ഒരു 2 തുള്ളി. അപ്പോൾ ഏലക്കായപ്പൊടിയാണ് എൻ്റെ ഫ്ലേവറാണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറേശ്ശായിട്ട് ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് എടുത്തു. നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ 1 കപ്പ് എടുക്കാം. അതല്ല 2 കപ്പ് എടുക്കണമെങ്കിൽ 2 കോഴിമുട്ട ചേർക്കുക കേട്ടോ. ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് കൂട്ടിലേക്ക് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ച ആറിയ പാലാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂട് കൊടുക്കാനുള്ള പാല് ചേർക്കണം. ഇനി മുഴുവനായിട്ട് പാല് ചേർക്കണമെന്നില്ല. ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് കുഴച്ചെടുത്താലും മതി. പാൽപ്പൊടി നമ്മൾ ചേർത്തുക്കണമല്ലോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ പാലിനെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്നുകൂടി മിക്സാക്കി കൊടുക്കുക. ഇനി ഇളം ചൂടുള്ള വെള്ളം, ഇതിൽ കുറവ് വരുന്ന വെള്ളം, ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടത്. അപ്പോൾ 1/2 കപ്പ് പാല് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി പാല് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ 1 കപ്പ് പാൽ ഒഴിച്ചാലും മതിയാകും. അപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ, അതായത് ആ ഒരു തിക്നെസ്സിലോട് കൂടിയിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് ലൂസായി പോയരുത്, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടും പോയരുത്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഞാൻ ഗോതമ്പ് പൊടിയുടെ മിക്സ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അതിന് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നതിന് ശേഷം ഞാനൊരു പ്ലേറ്റിൻ്റെ പുറം ഭാഗത്ത് എണ്ണ തടവി കൊടുത്തേക്കാണ്. അപ്പോൾ അതല്ല നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് പരത്തുന്നത്, അങ്ങനെ ആവാം. കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഏതെങ്കിലും ഓയിൽ തടവി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. അത് നല്ല സോഫ്റ്റായിട്ടാണ് നമ്മൾ മാവിരിക്കണത്. അപ്പോൾ അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നന്നായിട്ട് തന്നെ അത് പൊന്തി വരും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഒരു ചതുര ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പാൽ കേക്കിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ഓരോന്നും എടുത്തിട്ട് അപ്പോൾ ഇത്ര തിക്നെസ്സോട് കൂടി, ഒരുപാട് തിക്നെസ് വേണ്ട, ഒരുപാട് നൈസായിട്ടും പരത്തരുത്. അത്യാവശ്യം കട്ടി ഉണ്ടാവുമല്ലോ പാൽ കേക്ക്. അപ്പോൾ ഈ ഒരു ആകൃതിയിൽ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പഞ്ചസാരപ്പാനി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 2 തുള്ളി നാരങ്ങ കൂടി ഒഴിച്ചിട്ട് മാറ്റി വെക്കുക. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ചൂട് കൊടുക്കണം വേണം പഞ്ചസാരപ്പാനി ഉണ്ടാക്കി വെക്കാൻ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ പാൽ കേക്ക് പഞ്ചസാരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ചൂട് കൊടുക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ പഞ്ചസാരപ്പാനി നമ്മുടെ പാൽ കേക്കിലേക്ക് പിടിക്കൂല. അപ്പോൾ മധുരത്തിൻ്റെ കുറവുണ്ടായിരിക്കും. അപ്പോൾ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ.
അപ്പോൾ ചൂട് കൊടുക്കുന്നതിന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു സമയത്ത് പഞ്ചസാര പാനി തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ പാൽ കേക്ക് ഓരോന്നും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് അതുപോലെ നല്ല പൊള്ളച്ച് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വരണം, എങ്കിലേ നമ്മുടെ പാൽ കേക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പഞ്ചസാര സിറപ്പ് നമുക്ക് കൂടുതൽ സിറപ്പൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നല്ല പഞ്ചസാര തേനോടുകൂടെ കഴിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ സിറപ്പ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് ചൂടൊക്കെ തന്നെ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ പഞ്ചസാര പാനിയിലേക്ക് ഈ പാൽ കേക്കിലേക്ക് പഞ്ചസാര പാനി നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.